ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെൻറ് മേരീസ് ലേണിംഗ് അക്കാഡമി. കേറ്റഡ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സംബന്ധമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേറ്റഡ് കോച്ചിങ് ക്ലാസ്സുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വാട്സാപ്പ് ചെയ്യുക. കേറ്റഡ് 2025 ജൂൺ പരീക്ഷകൾ എഴുതിയവർ ശ്രദ്ധിക്കുക. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വിവിധ ഓഫീസുകളിൽ നടന്നു വരുന്നു. 16/12/2025 മുതൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ നടന്നു വരികയാണ്. 31-ാം തീയതി വരെയാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കുന്നത്. ഇപ്പോൾ ഓരോ ഓഫീസിൻ്റെ പരിധിയിലും എന്നാണ് വെരിഫിക്കേഷൻ നടത്തുന്നത് എന്നുള്ളത് പത്രമാധ്യമങ്ങൾ വഴി അറിയിക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ അവിടുത്തെ പത്രത്തിൻ്റെ പ്രാദേശിക പേജ് നോക്കിക്കഴിഞ്ഞാൽ എന്നാണ് വെരിഫിക്കേഷൻ എന്ന് അറിയാൻ സാധിക്കും. ആ കൃത്യ ദിവസം തന്നെ വെരിഫിക്കേഷന് ചെല്ലുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. വെരിഫിക്കേഷന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുകൂടി നമുക്ക് നോക്കാം. അതായത് മതിയായ യോഗ്യതകളുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം വേണം നമ്മൾ വെരിഫിക്കേഷന് പോകുവാൻ. അതായത് കേറ്ററ്റിന് വേണ്ട യോഗ്യതകൾ അതൊക്കെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം വെരിഫിക്കേഷന് പോകുവാൻ. അതുപോലെ തന്നെ അസൽ രേഖകളും അതിൻ്റെ പകർപ്പുകളും വെരിഫിക്കേഷൻ സമയത്ത് അതുമായിട്ട് വേണം നമ്മൾ ചെല്ലുവാൻ. സർട്ടിഫിക്കറ്റുകളുടെയൊക്കെ പകർപ്പുകൾ, അസൽ രേഖകൾ അതൊക്കെ ആയിട്ട് വേണം പോകുവാൻ. അതുപോലെ ജനനത്തീയതി, ഫോട്ടോ, പേര് എന്നിവ അപേക്ഷാ സമർപ്പണ വേളയിൽ രേഖപ്പെടുത്തിയത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പുതിയ ഹാൾ ടിക്കറ്റ് ലഭിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് വെരിഫിക്കേഷൻ ചെയ്ത് നൽകുകയുള്ളൂ. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ജനനത്തീയതി ആരുടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരുത്താവുന്നതാണ്. അതുപോലെ തന്നെ പേരും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താൻ അവസരമുണ്ട്. ഫോട്ടോ തിരുത്തുന്നതിനും അവസരമുണ്ട്. ഇപ്പോൾ ജനനത്തീയതി തിരുത്തുന്നതിന് പരീക്ഷാർത്ഥിയുടെ അപേക്ഷ, അതുപോലെ തന്നെ ഹാൾ ടിക്കറ്റിൻ്റെ പകർപ്പ്, SSLC സർട്ടിഫിക്കറ്റിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, 100 രൂപയുടെ ചെല്ലാൻ, അതുപോലെ തന്നെ സ്വന്തം അഡ്രസ്സ് എഴുതിയ രജിസ്റ്റേർഡ് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് ആയോ ലഭിക്കാവുന്ന സ്റ്റാമ്പ് ഒട്ടിച്ച കവറ്, ഇതെല്ലാം ഉൾപ്പെടുത്തി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മുഖാന്തരം അപേക്ഷ കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ പേര് തിരുത്തുന്നതിനും പരീക്ഷാർത്ഥിയുടെ അപേക്ഷ, ഹാൾ ടിക്കറ്റിൻ്റെ പകർപ്പ്, അതുപോലെ തന്നെ 100 രൂപയുടെ ചെല്ലാൻ, SSLC സർട്ടിഫിക്കറ്റിലെയും കേറ്ററ്റ് അപേക്ഷയിലെയും രേഖപ്പെടുത്തിയിരിക്കുന്ന പേര് ഒന്ന് തന്നെയാണെന്ന് സ്വയം സത്യപ്രസ്താവന ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയത്, പിന്നെ അതുപോലെ തന്നെ സ്വന്തം അഡ്രസ്സ് എഴുതിയ കവറ് എന്നിവ ഉൾപ്പെടുത്തി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മുഖാന്തരമാണ് സമർപ്പിക്കേണ്ടത്. അതുപോലെ ഫോട്ടോ തിരുത്തുന്നതിന് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം, വ്യക്തമായിരിക്കണം, 20 KB-ക്കും 30 KB-ക്കും ഇടയിൽ ആയിരിക്കണം. അതുപോലെ തന്നെ പരീക്ഷ എഴുതിയ സെൻറ്ററിലെ പ്രഥമാധ്യാപകൻ നൽകുന്ന ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അത് നിർബന്ധമായി സമർപ്പിക്കേണ്ടതാണ്. ഫോട്ടോയിൽ പ്രഥമാധ്യാപകൻ്റെ ഒപ്പും സീലും വേണം. ഹാൾ ടിക്കറ്റ്, റിസൾട്ട് എന്നിവയുടെ പകർപ്പുകൾ കൊടുക്കണം. അതുപോലെ തന്നെ സ്വന്തം അഡ്രസ്സ് എഴുതിയ കവറ്, സ്റ്റാമ്പ് പതിപ്പിച്ച കവറ്, അതുപോലെ തന്നെ 100 രൂപയുടെ ചെല്ലാൻ, പിന്നെ സെൽഫ് റിക്വസ്റ്റ് എന്നിവ ഉൾപ്പെടുത്തിയാണ് ഫോട്ടോ തിരുത്തുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇൻവിജിലേറ്റർ ഒപ്പ് രേഖപ്പെടുത്തിയ ഹാൾ ടിക്കറ്റ് അത് വെരിഫിക്കേഷൻ സമയത്ത് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വെരിഫിക്കേഷൻ പോകുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. ഹാൾ ടിക്കറ്റ് പരീക്ഷാ കേന്ദ്രത്തിലെ ഇൻവിജിലേറ്റർ ഒപ്പ് രേഖപ്പെടുത്തി അത് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പരീക്ഷാ ഫീസ് ഇളവ്, ജാതിയുടെ ആനുകൂല്യം എന്നിവ അർഹരാണെന്ന് രേഖപ്പെടുത്തിയുള്ളവർ അതിൻ്റെ അസൽ രേഖ അതും നിർബന്ധമായിട്ടും സമർപ്പിക്കേണ്ടത് ആണ്. പിന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ളവർ, പ്രത്യേക സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചിട്ടുള്ളവർ ശ്രദ്ധിക്കുക. പ്രസ്തുത സർട്ടിഫിക്കറ്റുകളുടെ തുല്യതാ സർട്ടിഫിക്കറ്റ് അതും കൂടെ ലഭിച്ചതിന് ശേഷം മാത്രമേ സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തുവാൻ പാടുള്ളൂ. B.Ed അതുപോലെ തന്നെ D.Ed പഠിച്ചുകൊണ്ടിരിക്കുന്നവർ കേറ്ററ്റിന് അപേക്ഷിക്കുമ്പോൾ 2-ാം വർഷം പഠിക്കുകയായിരുന്നുവെന്ന് സ്ഥാപനത്തിൻ്റെ മേലധികാരി നൽകുന്ന സർട്ടിഫിക്കറ്റ് അത് കൂടി ഹാജരാക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ വിജയിച്ച സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ മാത്രമേ വെരിഫിക്കേഷന് പൂർത്തീകരിച്ച് നൽകുകയുള്ളൂ. പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൃത്യസമയത്ത് വെരിഫിക്കേഷന് എത്തുവാൻ ശ്രദ്ധിക്കുക.
യഥാസമയം ഹാജരാകാത്തവർക്ക് അടുത്ത പരീക്ഷയുടെ കേറ്ററ്റ് സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്യുന്ന സമയത്ത് മാത്രമേ വെരിഫൈ ചെയ്ത് നൽകുകയുള്ളൂ. അതുപോലെ തന്നെ ഈ കേറ്ററ്റ് വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിന് വിപരീതമായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നവരുടെ വെരിഫിക്കേഷൻ നടത്തി കൊടുക്കുന്നതല്ല. ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രധാനമായിട്ട് ഓർക്കുക, 16 മുതൽ 31 തീയതി വരെയാണ് കേറ്ററ്റ് സർട്ടിഫിക്കറ്റിൻ്റെ വെരിഫിക്കേഷൻ നടക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ തന്നെ വെരിഫിക്കേഷന് ചെല്ലുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പത്രത്തിൻ്റെ പ്രാദേശിക പേജുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. കൃത്യസമയത്ത് തന്നെ വെരിഫിക്കേഷൻ ഹാജരാകുവാൻ എല്ലാ അസൽ രേഖകളും അതുപോലെ തന്നെ കോപ്പികളുമായിട്ട് ഹാജരാകാൻ എല്ലാവരും ശ്രദ്ധിക്കുക. സെൻറ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ കേറ്ററ്റ് പുതിയ ബാച്ചുകൾ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് സെൻറ് മേരീസ് ലേണിംഗ് അക്കാഡമി, എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്.